നമസ്കാരം. ചില കാര്യങ്ങളിൽ മലയാളിയെ കടത്തിവെട്ടാൻ ലോകത്ത് മറ്റൊരു ജനസമൂഹത്തിനും ആകില്ല. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇല്ലാത്ത കാശ് കടമെടുത്ത് അല്ലെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വേറൊരു നാട്ടിൽ ചെന്ന് പിച്ചയെടുത്ത് ജീവിക്കുന്നതിനേക്കാളും കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സൗജന്യ ഭക്ഷണത്തിന് വേണ്ടി മരം കോച്ചുന്ന തണുപ്പിൽ ക്യൂ നിൽക്കുന്ന ഒരു ജനതയായിട്ട് ഇന്ന് ഒരുപാട് മലയാളികൾ മാറുമ്പോൾ, ഈ പറയുന്നത് പോലെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് കാശ് കൊടുത്തിട്ട് കഷ്ടപ്പെടാനായിട്ട് പോകുന്ന കുറേയധികം ആളുകളുടെ നാടായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവരുടെ നാടായിട്ട് കേരളം മാറുന്നുണ്ട്. യൂറോപ്പിൽ നിന്ന്, പ്രത്യേകിച്ച് UK-യിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുമെന്നുള്ളതാണ്. ഈയിടെ ഒരാളൊരു പ്രവചനം നടത്തുന്നത് കേട്ട് കാണും. ഇനി കേരളത്തിൽ നിന്ന് ഇങ്ങനെ യൂറോപ്പിൽ പോകുന്ന യുവതികളൊന്നും ഇവിടുത്തുകാരെ വിവാഹം കഴിക്കില്ല, അവിടെ തന്നെയുള്ള പൗരന്മാരെ, ഇപ്പോൾ UK-യിലാണെങ്കിൽ ബ്രിട്ടീഷുകാരെ, ഇറ്റലിയിലാണെങ്കിൽ ഇറ്റാലിയൻസിനെ, ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻസിനെയൊക്കെ ആയിരിക്കും വിവാഹം കഴിക്കുക. നിലവിൽ എങ്ങനെയാണ്, അവർ അവിടെ തന്നെ നിൽക്കുന്ന മലയാളികളെ ആരെങ്കിലും വിവാഹം കഴിക്കും, അല്ലെങ്കിൽ നാട്ടിൽ വന്നാണെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പാർട്ട്ണറെയും കൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഭാവിയിൽ ഇതും ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, വളരെ നല്ല കാര്യമാണല്ലോ, അല്ലെങ്കിൽ അത്രയും ഉയർന്ന സ്റ്റാറ്റസ് ഉണ്ടായിട്ടല്ലേ അവിടുത്തുകാരെയൊക്കെ വിവാഹം കഴിക്കാൻ പോകുന്നത്. നേരെ തിരിച്ച് നമ്മുടെ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ പലരും ഇവിടെ സെറ്റിൽഡ് ആവുന്നു. അവരിവിടെ നിന്ന് വിവാഹം കഴിച്ചാൽ അതിൽ മോശമൊന്നുമില്ല. പക്ഷേ മറ്റ് മലയാളികൾ അതിനെ എങ്ങനെയായിരിക്കും കാണുക? ഇവിടെ വലിയൊരു സ്റ്റാറ്റസിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറാകാൻ സാധ്യതയുണ്ടോ? ഈ പറഞ്ഞത് ആരെയും മോശക്കാരായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഉയർത്തി കാണിക്കാനോ ഒന്നുമല്ല. പറഞ്ഞ് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല എന്ന് മനസ്സിലാവും ഈ ഒരു കാര്യം പറയുമ്പോൾ. മലയാളി യുവതികളും മലയാളി യുവാക്കന്മാരും ഒക്കെ ഇപ്പോൾ യൂറോപ്പിൽ, പ്രത്യേകിച്ച് UK-യിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, PR കിട്ടാൻ വേണ്ടി അവിടെയുള്ളവർ വിവാഹം കഴിക്കുകയാണ്. മുമ്പ് പറഞ്ഞ പോലെ അവിടുത്തുകാർ റെഡി ഒന്നുമല്ല, അല്ലെങ്കിൽ അവിടുത്തുകാർക്കും ഉണ്ടാകുമല്ലോ കുറേ സങ്കല്പങ്ങളും കാര്യങ്ങളുമൊക്കെ. നമ്മൾ ഇന്ത്യക്കാരെ അവർ ഈ പറയുന്നത് പോലെ ആകൃഷ്ടരായിട്ട് വിവാഹം കഴിക്കുന്നതൊക്കെ പൊതുവെ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ വലിയ ഹൈ പ്രൊഫൈലൊക്കെ നിൽക്കുന്നവർ തമ്മിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാകും. പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ വിവാഹങ്ങളെന്ന് പറഞ്ഞാൽ PR-ന് വേണ്ടി മാത്രമാണ്. UK-യിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇങ്ങനെ മലയാളികൾ വിവാഹം ചെയ്തിട്ടുള്ളത്, ഇതിനെല്ലാം ഏജൻ്റായിട്ട് നിൽക്കുന്നത് പലപ്പോഴും മലയാളികൾ തന്നെയാണ്. ഇത്തരം തട്ടിപ്പ് പരിപാടികൾക്കൊന്നും പുറത്തുനിന്ന് ആളെ എടുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഏകദേശം 10 മുതൽ 15 ലക്ഷം രൂപ വരെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവാകുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളോ ചടങ്ങുകളോ ഒന്നുമില്ല, ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ പലപ്പോഴും അവർ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളെ അവർ വിവാഹം കഴിക്കുകയാണ്. പിന്നീടും കാണാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. ഏജന്റ് അവരുടെ കമ്മീഷൻ കൊടുത്തതിന് ശേഷം അവരെ പറഞ്ഞു വിടുകയാണ്. ഇപ്പോൾ യൂറോപ്പിലുമുണ്ട് പട്ടിണി പാവങ്ങൾ, അല്ലെങ്കിൽ കാശിന് ബുദ്ധിമുട്ടുന്നവർ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ റെഡിയാകും. പണ്ടിങ്ങനെ പറയുമല്ലോ, അമേരിക്കയിലും പിച്ചക്കാരുണ്ട്, അല്ലെങ്കിൽ അവിടെ പിച്ചക്കാർ പോലും ഇംഗ്ലീഷാണ് പറയുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അല്ലാതെ ആ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് പോലെ എല്ലാവരും വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആളുകളൊന്നുമല്ല. ഇങ്ങനെ വിവാഹം ചെയ്താൽ, അവിടെ പൗരത്വമുള്ള ഒരാളെ വിവാഹം ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം 1.5 വർഷത്തിന് ശേഷം PR-ന് അപ്ലൈ ചെയ്യാം എന്നൊക്കെയാണ്. പക്ഷെ ഇവർ പലപ്പോഴും വഞ്ചിക്കപ്പെടുകയാണ്. ഇങ്ങനെ കൊടുക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റുകൾ അത് വ്യാജമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കാശ് മേടിച്ച് പറ്റിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം മറുവശത്ത്. നേരെ മറിച്ച് ഇനിയിപ്പോൾ PR കിട്ടണമെങ്കിൽ തന്നെയും ഒരു ഓഫീസർ വന്നിട്ട് ഇത് നേരിട്ട് അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഇവർ യഥാർത്ഥത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടോ? കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഒരുപാട് ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാഹങ്ങൾ കൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതിരിക്കുന്നതാണ് നിലവിൽ കാണുന്നത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പുരാതന ഭാരതത്തിൽ പലയിടത്തും, അല്ലെങ്കിൽ കേരളത്തിലുമൊക്കെ വിവാഹ ദിവസത്തിന്റെ അന്നാണ് പലപ്പോഴും പെൺകുട്ടികൾ അറിഞ്ഞിരുന്നത് ആരെയാണ് താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന്. അതൊക്കെ ഒരു പഴഞ്ചൻ കാലത്തിന്റെ പ്രശ്നമായിരുന്നുവെങ്കിൽ ഇന്ന് എങ്ങനെയെങ്കിലും PR കിട്ടണം, തിരിച്ചു പോകാൻ വയ്യ. കാരണം ലക്ഷങ്ങൾ വായ്പയും ലോണും ഒക്കെ എടുത്തിട്ടാണ് അവരവിടെ വന്നിരിക്കുന്നത്. ചിലർക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, ചില യൂണിവേഴ്സിറ്റികളൊക്കെ അറിഞ്ഞുകൊണ്ട് തോൽപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും അതിനെ തുടർന്ന് വരുന്ന സമരങ്ങളുമൊക്കെ കാനഡയിലുമൊക്കെ നമുക്ക് കാണാം. ഇനി കോഴ്സ് വിജയിച്ചാൽ തന്നെയും അവർക്ക് ജോലി കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഓരോ ദിവസവും പുതിയ പുതിയ നിബന്ധനകൾ കൊണ്ടുവരികയാണ്. അപ്പോൾ PR-നുള്ള മാർഗങ്ങളൊക്കെ അടയുമ്പോൾ ഒരറ്റ കൈ പ്രയോഗം എന്നുള്ള രീതിയിൽ ഒരു കാര്യമുള്ളത്, അവിടെയുള്ള ആരെയെങ്കിലും വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. അവരാരെയാണ് വിവാഹം കഴിച്ചതെന്ന് അവരറിയുന്നില്ല എന്ന് പറയാം. ആടുജീവിതം എന്ന് പറയുന്ന സിനിമ പലരും കണ്ടു കാണും, അല്ലെങ്കിൽ ആ നോവൽ വായിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ പണ്ട് ഗൾഫിൽ ഒറ്റപ്പെട്ട് നടന്നിരുന്ന സംഭവങ്ങളാണ്. ഇന്ന് അങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇതിലും ഭീകരമായ രീതിയിൽ പല ചൂഷണങ്ങളും യൂറോപ്പിലേക്ക് കുടിയേറുന്ന പല ഇന്ത്യക്കാരും മലയാളികൾ തന്നെ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ
ഒരാളും ഒരുപക്ഷെ വിശ്വസിച്ചേക്കില്ല. എന്നാൽ ഇത് സർവ്വസാധാരണമായി നടക്കുകയാണ്. എത്രയാണ് ആ കണക്കെന്ന് നോക്കിയാൽ 24 ലക്ഷം കുടിയേറ്റക്കാർ, ഇന്ത്യക്കാർ മാത്രമല്ല 24 ലക്ഷം ഇങ്ങനെ കുടിയേറി വന്നിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരാണ് യൂറോപ്പിലെ വിവിധ കൃഷിയിടങ്ങളിൽ, അതായത് പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ഇങ്ങനെയുള്ള ഫാമുകൾ, ഇവിടെയൊക്കെ ചൂഷണത്തിന് വിധേയരാകുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യാവകാശങ്ങളൊക്കെ ലഭിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റൊരു ലോകമുണ്ട്. ഇത് എത്രത്തോളം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ സത്നാം സിംഗ് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പഞ്ചാബിൽ നിന്ന് യൂറോപ്പിലേക്ക് പോയ, അവിടെ ഇറ്റലിയിൽ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു. പേരിന് ഭക്ഷണമൊക്കെ മാത്രമാണ് പലപ്പോഴും കൊടുത്തിരുന്നത്. ഒരു ട്രാക്ടറിൻ്റെ പ്ലാസ്റ്റിക് റാപ്പറിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കൈ കുരുങ്ങുകയും ഈ കൈ അറ്റ് പോവുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും മോശം ഒരു സ്ഥലത്ത് പോലും ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണ് നോക്കുക. പക്ഷെ അവിടെ മറ്റ് തൊഴിലാളികളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ആരും ഇയാളെ മൈൻഡ് ചെയ്യുന്നില്ല. അവിടെ രക്തം വാർന്ന് കുറേ അധികം സമയം പോകുന്നു. ഈ വാർത്തകൾ അവിടെ പ്രതിഷേധങ്ങൾക്കൊക്കെ തിരികൊളുത്തിയ സമയത്ത് തന്നെ ദൽവീർ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യക്കാരനും ചൂട് സഹിക്കാൻ കഴിയാതെ മരിക്കുകയാണ്, അമിത ജോലിഭാരം മൂലം. ഇവരൊക്കെ മുമ്പ് പറഞ്ഞ പോലെ പഴങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലാണ്. യൂറോപ്പിൽ എല്ലായിടത്തും തണുപ്പാണ് എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഇറ്റലി ആണെങ്കിലും സ്പെയിൻ ആണെങ്കിലും ഒക്കെ പലയിടത്തും പല സമയത്തും വളരെ ശക്തമായ ചൂട് വരുന്ന പ്രദേശങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് ചൂട് സഹിക്കാൻ കഴിയാതെയാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നവരൊക്കെ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഈ പറയുന്ന രാജ്യങ്ങളിലേക്ക് പോയവരാണ്. എങ്ങനെയും അവിടെ എത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് കരുതി പോയവർ പിന്നീട് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. നഗരങ്ങളിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ലാതെ ഇവർ ഗ്രാമപ്രദേശങ്ങളിലേക്കും ഉള്ളിലേക്കുമൊക്കെ പോകുമ്പോൾ അവിടെ ഇവരെ മുതലെടുക്കാനായിട്ട് അവിടുത്തുകാരെല്ലാവരും വളരെ നല്ല ആളുകളാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇവർക്ക് ഭാഷ അറിയാത്തത് ഈ പറയുന്ന ആളുകൾ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെ കൊണ്ട് പല കോൺട്രാക്റ്റുകളിലുമൊക്കെ ഒപ്പിടിപ്പിക്കുകയും അങ്ങനെ പല കരാറിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇത്ര വർഷം ഇവിടെ ജോലി ചെയ്യണം. ഈ യൂറോപ്പിലെ ഫാമുകളെല്ലാം മൊത്തം റോബോട്ടിക്സോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളും ഇതൊക്കെ നമ്മൾ വീഡിയോകളിൽ കാണുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും അങ്ങനെയല്ല. ഇപ്പോഴും പലയിടത്തും മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ട്, അതായത് ആ നാട്ടുകാരെ അല്ല, ഇങ്ങനെ കുടിയേറി വരുന്ന ഈ പാവങ്ങളെ പിടിച്ചിട്ട് പേരിന് ഭക്ഷണം മാത്രം കൊടുത്തുകൊണ്ട് ഈ പറയുന്നവരുടെയൊക്കെ താമസ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തകരമേഞ്ഞ ഷെഡുകൾ പോലെയൊക്കെയുള്ള സൗകര്യങ്ങളിലാണ്, അല്ലെങ്കിൽ എയർ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ അതൊന്നും ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ തണുപ്പിൻ്റെ ഒക്കെ സമയത്ത് പേരിന് മാത്രം ഭക്ഷണം കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ ചികിത്സകളോ ആനുകൂല്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഒരു തരത്തിൽ പറഞ്ഞാൽ ആട് ജീവിതം പുതിയ രീതിയിൽ യൂറോപ്പിൽ ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കുന്നവരിൽ മലയാളികളുമുണ്ട്. ഇപ്പോൾ യൂറോപ്പിലെ മാത്രം കാര്യം പറഞ്ഞതല്ല, യൂറോപ്പ് എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നത് പ്രധാന സ്ഥലം അതായതുകൊണ്ടാണ്. ഇപ്പോൾ യൂറോപ്പിന് പുറത്ത് ഓസ്ട്രേലിയ ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും കാനഡ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ആവശ്യത്തിൻ്റെ രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ ചെന്ന് നിൽക്കുന്നവരുമൊക്കെ ഈ പറയുന്നത് പോലെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ പാസ്പോർട്ട് പോലെയുള്ള കാര്യങ്ങൾ അടക്കം ഇവർ മേടിച്ച് വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അത് നശിപ്പിച്ചിട്ടുണ്ടാകും. യൂറോപ്പ് എന്ന് പറയുമ്പോൾ പലർക്കും ദഹിക്കാത്ത ചില കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലുമൊക്കെ അനുഭവ കഥകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.